بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കാൻ ഒരു ദിവസം അതിൻ്റെ പകലിലെ പ്രധാനപ്പെട്ട ഒരു സമയം മാറ്റിവെച്ച് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിനെ അറിയുക, മഅരിഫത്തുല്ലാഹ് എന്ന വളരെ സുപ്രധാനമായ ബൃഹത്തായ പണ്ഡിതന്മാർ, ഇമാമിയങ്ങൾ, ഉലമാക്കൾ വലിയ വോള്യക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രചിച്ചിട്ടുള്ള ഒരു വിഷയം. അത് വളരെ ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ സംസാരിച്ചൊതുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇതിലേക്കുള്ള ചെറിയ സൂചനകൾ മാത്രം നിർത്തി നമ്മൾ നിസ്കാരത്തിന് പിരിയുന്നതിന് മുമ്പ് 12:45 നമ്മൾ പിരിയാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. വബില്ലാഹി തൗഫീഖ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ അറിയുക, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന വിജ്ഞാനീയങ്ങളിൽ ഏറ്റവും മഹത്തരമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിനേക്കാൾ വലിയൊരു വിജ്ഞാനമില്ല, അതിനേക്കാൾ വലിയൊരു അറിവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണത്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെ വിളിച്ചാണ് ഈ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാണ് പറയുന്നത്. ഈ ആയത്ത് എവിടെയാണ് അവതരിച്ചത്? മദീനയിലാണ്, ഹിജ്റയ്ക്ക് ശേഷമാണ്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 പതിറ്റാണ്ട് കാലം അല്ലാഹുവിലേക്കാണ് ക്ഷണിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് ക്ഷണിച്ചത്. അവിടെ നിന്ന് ഹിജ്റ പോയി മദീനയിലെത്തിയതിനു ശേഷം ഇറങ്ങിയ ഈ ആയത്തിൽ അല്ലാഹു നബിയോട് ആവർത്തിച്ച് അരക്കെട്ടുറപ്പിച്ച് പറയുന്നു, ഫഅലം, പഠിക്കുക നബിയെ, താങ്കൾ അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള പരമമായ അറിവ്, അത് താങ്കൾ പഠിക്കുക, താങ്കൾ അറിയുക, ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള അറിവ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവ്, അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും നമുക്ക് മടുക്കാൻ പാടില്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് അലോസരമുണ്ടാകാൻ പാടില്ല. മടുക്കാതെ ജീവിതത്തിലുടനീളം മരിക്കുവോളം അവസാന ശ്വാസം വരെ അത് പഠിച്ചും പുതുക്കിയും നമ്മൾ ജീവിക്കണം. എങ്കിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെ അവസാന വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മഹാനായ അബൂ സുർഅ അർ-റാസി റഹിമഹുല്ലാഹ് മുൻകാല ഇമാമിങ്ങളിൽ ജീവിച്ചു മരിച്ചുപോയ വലിയ മുഹദ്ദിസായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം മരണശയ്യയിലായിരിക്കവേ അദ്ദേഹത്തെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ആ നാട്ടിലെ പ്രമുഖരുമായിട്ടുള്ള ഉലമാക്കളും മറ്റും ചെന്നു. അദ്ദേഹം ബോധരഹിതനായി കിടക്കുകയാണ്, സംസാരിക്കുന്നില്ല. ചെന്നവർക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ അവസാനത്തോടടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലിക്കൊടുക്കണമല്ലോ. പക്ഷെ അവർക്ക് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വഖാർ, അദ്ദേഹത്തിന്റെ ഗാംഭീര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ ലജ്ജിച്ചു. അദ്ദേഹത്തെ അത് ഓർമ്മപ്പെടുത്താൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൽഖീനായി ചൊല്ലിക്കൊടുക്കാൻ അവർ ലജ്ജിച്ചു. അങ്ങനെ കൂട്ടത്തിൽ ഒരാൾ തങ്ങൾ പറയാൻ ഉദ്ദേശിച്ച ഹദീസിന്റെ സനദ് അങ്ങ് ആരംഭിച്ചു.
സനദ് തുടങ്ങി ഹദസന ഫുലാൻ ഇബ്നു ഫുലാൻ, ഇങ്ങനെ സനദ് തുടങ്ങി അല്പമെത്തിയപ്പോ സനദ് പറഞ്ഞ് ഹദീസ് ഉദ്ധരിക്കാൻ ആരംഭിച്ച വ്യക്തിക്ക് അതിന്റെ സനദ് മുറിഞ്ഞുപോയി, കിട്ടാതെയായി. കൂടെ നിൽക്കുന്നവരാരും അത് പൂർത്തീകരിക്കുന്നില്ല. ബോധരഹിതനായി മിണ്ടാൻ വയ്യാതെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന അബൂ സുർആ റാസി റഹിമഹുല്ലാ, അദ്ദേഹം അത് സനദങ്ങ് പൂർത്തീകരിക്കുകയാണ്. ഹദ്ദസന ഫുലാൻ ഇബ്നു ഫുലാൻ. അവസാനം ഹദീസ് ഉദ്ധരിച്ച മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിലേക്ക് അദ്ദേഹം എത്തി. അൻ അബീ ഹുറൈറത അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന മാത റഹിമഹുല്ലാഹ്. ഈ ഹദീസ് പറയുകയും ആരുടെ അവസാന വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി തീർന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഉടനെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചുകൊണ്ടേയിരുന്നാൽ, അത് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ, അത് പുതുക്കിക്കൊണ്ടേയിരുന്നാൽ, അതിലായി ജീവിച്ച് അതിലായി മരിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഒരാൾ ആദ്യമായി ഇസ്ലാമിൽ പ്രവേശിപ്പിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇസ്ലാമിൽ ഒരാൾ ആദ്യമായി പ്രവേശിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ഇസ്ലാമിൽ ഒരാളുടെ അവസാനമാകേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഒരാൾ ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോൾ അവസാനമായി അവൻ ഉച്ചരിക്കേണ്ടുന്ന, ഉദ്ഘോഷിക്കേണ്ടുന്ന വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. സഹോദരങ്ങളെ, ഇനി മരിച്ചു കഴിഞ്ഞാലോ? മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഒന്നാമത്തെ ചോദ്യം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റിയാണ്, അള്ളാഹുവിനെ പറ്റിയാണ്. മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന ചോദ്യമാണ് നമ്മൾ ആദ്യം നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള പഠനം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവ്, ഇത് നമ്മൾ മടുക്കാതെ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ലാതെ ഒരിക്കലും നമുക്ക് തൗഹീദ് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ റുബൂബിയത്തിലൂടെ, അവന്റെ ഉലൂഹിയത്തിലൂടെ, അവന്റെ അസ്മായിലൂടെ, അവന്റെ സിഫാത്തുകളിലൂടെ നാം അറിയണം, പഠിക്കണം. അള്ളാഹുവിന്റെ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവാണ് റബ്ബ്, അവനാണ് ഖാലിഖ്, അവനാണ് അൽ മാലിക്, അവനാണ് അൽ മുദബ്ബിർ, അവനാണ് സകലതും സൃഷ്ടിച്ചത്, അവനാണ് സകലതിനെയും ഉടമപ്പെടുത്തുന്നത്, അവനാണ് സകലതിനെയും നിയന്ത്രിക്കുന്നത്, അവൻ മാത്രമാണ് അതിലെല്ലാം, അതിലവന് യാതൊരു പങ്കുകാരുമില്ല. അതാണ് അവന്റെ റുബൂബിയത്ത്. അതിലവൻ ഏകനാണ്. ശരി, അള്ളാഹു മാത്രമാണ് നിന്നെ സൃഷ്ടിച്ചതെങ്കിൽ, അള്ളാഹു മാത്രമാണ് സർവ്വചരാചരങ്ങളെയും ആകാശങ്ങളെയും ഭൂമിയെയും അവയിലുള്ളതിനെയും അവയ്ക്കിടയിലുള്ളതിനെയും ഉടമപ്പെടുത്തുന്നതെങ്കിൽ എന്തുകൊണ്ട് അവന് മാത്രം നിനക്ക് ഇബാദത്തുകൾ വകവെച്ച് നൽകിക്കൂടാ? അവൻ മാത്രം നിന്റെ ആരാധ്യനായിക്കൂടാ? അതെ, അള്ളാഹു മാത്രമാണ് റബ്ബ്, അവൻ മാത്രമാണ് ഖാലിഖ്, അവൻ മാത്രമാണ് മുദബ്ബിർ എന്ന അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള തൗഹീദ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഉലൂഹിയത്തിലുള്ള തൗഹീദിന്റെ അംഗീകാരത്തിലേക്കാണ്. അള്ളാഹു മാത്രമാണ് റബ്ബെങ്കിൽ അവൻ മാത്രമാണ് നമ്മുടെ ഇലാഹ്. ആരാധനകളുടെ ഏതംശം അവന് മാത്രമേ നമ്മൾ വകവെച്ചു കൊടുക്കാവൂ. ഉലമാക്കൾ തൗഹീദുർ റുബൂബിയത്തിനെയും തൗഹീദുൽ ഉലൂഹിയത്തിനെയും നിർവചിക്കവേ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിർവചനങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അക്കൂട്ടത്തിൽ ഒന്നാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ഫി അഫ്ആലി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ പ്രവർത്തനങ്ങളിൽ ഏകനാക്കുക. അല്ലാഹുവാണ് സൃഷ്ടിച്ചത്, അവന്റെ പ്രവൃത്തിയാണ്. അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത്, അല്ലാഹുവാണ് ഉടമപ്പെടുത്തുന്നത്, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നത്, അല്ലാഹുവാണ് മരിപ്പിക്കുന്നത്, അല്ലാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്, അല്ലാഹുവാണ് റിസ്ക് നൽകുന്നത്, അല്ലാഹുവാണ് രോഗം നൽകുന്നത്, ശമിപ്പിക്കുന്നത്, അല്ലാഹുവാണ് സമ്പന്നനാക്കുന്നത്, ദരിദ്രനാക്കുന്നത്, അല്ലാഹുവാണ് നൽകുന്നത്, അല്ലാഹുവാണ് തടയുന്നത്. ഇങ്ങനെ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവനെ ഏകനാക്കുക. അതാണ് എന്ത്? തൗഹീദിന്റെ ഇനങ്ങളിൽ ഒന്നാമത്തെ കാര്യം തൗഹീദുർ റുബൂബിയ്യ, അതിൽ അവൻ ഏകനാണ്. തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ബി അഫ്ആലിൽ ഇബാദ് ഔ ഫി അഫ്ആലിൽ ഇബാദ്, അടിമകളുടെ പ്രവർത്തനങ്ങളിൽ, അല്ലാഹുവിന്റെ അടിമകൾ അവരുടെ പ്രവർത്തനങ്ങളിൽ, അവർ ചെയ്യുന്ന നന്മകളിൽ, അവർ ചെയ്യുന്ന സ്വാലിഹായ അമലുകളിൽ, അവരുടെ ഇബാദത്തുകളിൽ അല്ലാഹുവിനെ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രം അത് നൽകുക. നിസ്കാരം അല്ലാഹുവിന് മാത്രം, അടിമകൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. നോമ്പ് അല്ലാഹുവിന് മാത്രം, ഹജ്ജ് അല്ലാഹുവിന് മാത്രം,
ദുആ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, സഹായത്തേട്ടം അല്ലാഹുവിനോട് മാത്രം, തവക്കുൽ, ഹൃദയം കൊണ്ട് അല്ലാഹുവിലേക്ക് സകലതും ഏൽപ്പിക്കുക, ഹൃദയം അല്ലാഹുവിന് കീഴൊതുങ്ങുക, അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക, അല്ലാഹുവിനെ ഭയക്കുക, അഭൗതികമായി ഭയക്കുക, അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക, അവനോട് വിനയവും താഴ്മയും പ്രകടിപ്പിക്കുക. ഇതെല്ലാം അടിമകൾ ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങളാണ്. അതിൽ അല്ലാഹുവിനെ ഏകനാക്കുക. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. മൂന്നാമതായി തൗഹീദിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട്, അതുപോലെ തന്നെ അത്യുന്നതങ്ങളായ വിശേഷണങ്ങളുണ്ട്. അല്ലാഹു ഖുർആനിലൂടെ അവനുണ്ട് എന്ന് അറിയിച്ച അവന്റെ നാമഗുണ വിശേഷണങ്ങൾ, അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ച അവന്റെ നാമഗുണ വിശേഷണങ്ങൾ, അതവൻ മാത്രം അവകാശപ്പെട്ടതാണ്. അതിലവൻ ഏകനാണ്. അല്ലാഹു അസ്സമീ ആണ്, അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെ പോലെ കേൾക്കുന്നവനില്ല. അല്ലാഹു അൽ ബസീറാണ്, അവനെല്ലാം കാണുന്നവനാണ്, അവനെ പോലെ കാണുന്നവൻ ആരുമില്ല. അല്ലാഹു അലീമാണ്, അവൻ അജ്ഞത എന്ന ഒന്ന് മുൻകടന്നിട്ടില്ല. മറവി എന്നത് പിന്നിൽ വരുന്നില്ല. അജ്ഞതയില്ലാതെ, മറവി സംഭവിക്കാതെ, സകലതും സൂക്ഷ്മമായി, കൃത്യമായി, വ്യക്തമായി, സ്പഷ്ടമായി, സ്ഥലകാല പരിധിയില്ലാതെ അല്ലാഹു ചൂഴ്ന്നറിയുന്നവനാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ ഓരോ അസ്മാകളും അവനിലേക്ക് നമ്മെ നയിക്കുന്നു, അവനിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അത്യുന്നതങ്ങളായ വിശേഷണങ്ങളുണ്ട്. അവൻ ചിരിക്കും, അവൻ സന്തോഷിക്കും, അവനോട് ചോദിക്കാത്തവരോട് അവൻ കോപിക്കും. അവൻ കാരുണ്യത്തിന്റെ വിശാലമായ കേദാരമാണ്. സൃഷ്ടികൾക്ക്, അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അതവൻ ചൊരിയും. വ്യാപകമായി അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർക്കും അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്കും ഭൂമിയിൽ അവൻ കാരുണ്യം ചൊരിയും. കാരുണ്യത്തിന്റെ കേദാരമാണ് അവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് ഉടനടി പിടികൂടാതെ നമുക്ക് അവധി നീട്ടിത്തരുന്ന അൽ ഹലീം, വിവേകമുള്ളവനാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണങ്ങൾ, ഇത് നമ്മൾ പഠിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ അവനെ നമ്മൾ പഠിക്കണം. സഹോദരങ്ങളെ, ഇങ്ങനെ അല്ലാഹുവിനെ നമ്മൾ പഠിച്ചാൽ, ഇങ്ങനെ അല്ലാഹുവിനെ നമ്മൾ അറിഞ്ഞാൽ അല്ലാഹുവിലുള്ള ഈമാൻ നമുക്ക് വർദ്ധിക്കും. എത്ര കണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് അല്ലാഹുവിലുള്ള ഈമാൻ നമുക്ക് വർദ്ധിക്കും. എത്ര കണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി നമുക്ക് വർദ്ധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവനെ പേടിക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ അവനെ കുറിച്ച് അറിവുള്ള ഉലമാക്കൾ മാത്രമാണ്. അല്ലാഹുവിനെ കുറിച്ച് എത്രത്തോളം നമുക്ക് അറിവുണ്ടോ അത്രത്തോളം അവനെ നമുക്ക് ഭയക്കാൻ സാധിക്കും. അല്ലാഹുവിനെ കുറിച്ച് എത്രത്തോളം നമുക്ക് അറിവുണ്ടോ അത്രത്തോളം അവനിലുള്ള പ്രതീക്ഷ നമുക്ക് വർദ്ധിക്കും. അല്ലാഹുവിനെ കുറിച്ച് എത്രത്തോളം നമുക്ക് അറിവുണ്ടോ അത്രത്തോളം അവനിലുള്ള ഭയം നമുക്ക് വർദ്ധിക്കും. അല്ലാഹുവിനെ കുറിച്ച് എത്രത്തോളം നമുക്ക് അറിവുണ്ടോ അത്രമേൽ അവനിലുള്ള ഭരമേൽപ്പിക്കൽ, തവക്കുൽ നമ്മൾ സാക്ഷാത്കരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എത്രത്തോളം അവനെക്കുറിച്ച് അറിവുണ്ടോ അല്ലാഹുവിനോട് മാത്രം നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുവിനോട് മാത്രം നമ്മൾ സഹായം തേടും, അല്ലാഹുവിനോട് മാത്രം നമ്മൾ രക്ഷ ചോദിക്കും, അല്ലാഹുവിൽ മാത്രം നമ്മൾ അഭയം തേടും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം, അവന് വേണ്ടി മാത്രം നമ്മൾ ബലിയറുക്കും, അവന് വേണ്ടി മാത്രം നമ്മൾ നേർച്ചയാക്കും. ഇങ്ങനെ ഇബാദത്തിന്റെ ഏതേത് അംശങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രം, അല്ലാഹുവിനെ കുറിച്ച് അറിവ് വർദ്ധിക്കുന്നതോറും നമ്മൾ സാക്ഷാത്കരിക്കും, നമ്മൾ യാഥാർത്ഥ്യമാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ചുള്ള അറിവുള്ളവർ, അവന്റെ തൗഹീദിൽ സ്ഥിരതയുള്ളവർ, അവർക്ക് സമാധാനമുണ്ടാകും. സമാധാനം ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിന്റെ അടിമയായി വരൂ, അല്ലാഹുവിന്റെ അടിമത്തത്തിലേക്ക് വരൂ. സൃഷ്ടികളുടെ, മരിച്ചവരുടെ, മൺകൂനകളുടെ, വിഗ്രഹങ്ങളുടെ, പുണ്യപുഷ്പങ്ങളുടെ, മരങ്ങളുടെ, നിർജീവമായ വസ്തുക്കളുടെ, കണ്ടാൽ അറക്കുന്നവരുടെ പോലും അടിമകളായി ആരാധന അവർക്ക് വകവച്ചു കൊടുക്കാതെ ലോകരുടെ റബ്ബായ എന്നെന്നും ജീവിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, സൃഷ്ടിക്കുന്ന, പരിപാലിക്കുന്ന, പോറ്റുന്ന, ശിക്ഷിക്കുന്ന, രക്ഷിക്കുന്ന, നൽകുന്ന, തടയുന്ന, ജീവിപ്പിക്കുന്ന, മരിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, ദരിദ്രനാക്കുന്ന, സമ്പന്നനാക്കുന്ന, സർവൈശ്വര്യവാനായ, ഇദാ അറാദ ശൈഅൻ അയഖൂല ലഹു കുൻ ഫയകൂൻ, അവനൊരു കാര്യം അത് സൃഷ്ടിക്കേണ്ട താമസം ഇത്രയേ ഉള്ളൂ. കുൻ എന്ന നാമം കൊണ്ട്, ഉണ്ടാകൂ എന്ന് പറയേണ്ട താമസം കൊണ്ട്, കണ്ണിമ വെട്ടുന്ന നിമിഷാർദ്ധ നേരം കൊണ്ട് സൃഷ്ടിക്കുന്നവനാണ് അവൻ. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ
അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. അവന് മാത്രം നീ നിന്റെ ആരാധനകളുടെ അംശം വകവെച്ചു നൽകൂ. നിനക്ക് സമാധാനമുണ്ടാകും, നിനക്ക് നിർഭയത്വം അനുഭവിക്കാൻ സാധിക്കും. നിന്റെ ജീവിതത്തിൽ ഐശ്വര്യവും ധന്യതയും സൗഭാഗ്യവും കളിയാടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രം നിനക്ക് മതിയായവനാകും. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. ആരാണോ അല്ലാഹുവിൽ കാര്യങ്ങൾ ബരമേൽപ്പിക്കുന്നത് അവൻ അല്ലാഹു മതിയാകുന്നതാണ്, അല്ലാഹു മാത്രം മതിയാകുന്നതാണ്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ സമൂഹം നമ്രൂദ് എന്ന ധിക്കാരിയായ ഭരണാധികാരി അദ്ദേഹത്തിന് തീക്കുണ്ടാരമൊരുക്കി. അകലെ നിന്ന് പീരങ്കി സമാനമായ ഒരു ഉപകരണത്തിൽ അദ്ദേഹത്തെ ഘടിപ്പിച്ചുകൊണ്ട് തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല തീ അദ്ദേഹത്തിന് സുരക്ഷയും തണുപ്പുമാക്കി മാറ്റി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം? എങ്ങനെയാണ് അദ്ദേഹത്തിന് സഹായം ലഭിച്ചത്? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ. എനിക്ക് അല്ലാഹു മതി, ബരമേൽപ്പിക്കാൻ അർഹൻ അവൻ മാത്രമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തൗഹീദിന്റെ മന്ത്രവാക്യം അദ്ദേഹം ഉരുവിട്ടു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സാഹിബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി മദീനയിലേക്ക് ഹിജ്റ പോകവേ ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ സൗർ ഗുഹയിൽ അഭയം തേടി. ശത്രുക്കൾ ഗുഹാമുഖത്തെത്തി. അവരുടെ പാദസ്പർശം നബിയും അബൂബക്കർ സിദ്ദീഖും അറിഞ്ഞു. അവർ ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ തങ്ങളെ കണ്ടേക്കുമോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. നബിയെ, നമ്മളെ അവർ കണ്ടെങ്കിലോ? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആശ്വാസം? മാ വന്നുക യാ അബൂബക്കർ ബിസ്മില്ലാഹി സാലിസുഹുമാ. നമ്മൾ രണ്ടാളോടൊപ്പം മൂന്നാമനായി അല്ലാഹു ഉള്ളപ്പോൾ എന്താണ് അബൂബക്കർ താങ്കളുടെ വിചാരം? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കേണ്ടതില്ല, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അല്ലാഹുവിന്റെ മഅയ്യത്തുണ്ടാകും. തൗഹീദുള്ളവർക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് ഹൃദയത്തിലും ഖൽബിലും നാവിലും ശരീരത്തിലും സന്നിവേശിപ്പിച്ചവർക്ക്, അതനുസരിച്ച് തൗഹീദ് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയവർക്ക് അല്ലാഹുവിന്റെ സഹായം എപ്പോഴും ഉണ്ടാകും. അവന്റെ കാഴ്ചയും അവന്റെ കേൾവിയും അവന്റെ സംരക്ഷണവും അവനേകുന്ന കാവലും ആഭാരചൂടം അവന്റെ ജീവിതത്തിൽ മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചെറിയ കുട്ടിയായിരിക്കവേ, നമ്മളിൽ പലരുടെയും മക്കളെക്കാൾ ചെറിയ പ്രായത്തിലായിരിക്കവേ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച മഹത്തായ വാചകങ്ങൾ നമ്മുടെ മക്കളുടെ കാതിൽ നമ്മൾ കുറുകി കൊടുക്കണം. അവരുടെ മനോമുകുരങ്ങളിൽ കത്തർബിയത്തു ഫിസ്സിഗ്രി കന്നഖശി അലൽ ഹജർ എന്ന് മുൻഗാമികൾ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെയുള്ള ശിക്ഷണം കല്ലിൽ കൊത്തിവെച്ചതിന് സമാനമായ രൂപത്തിൽ അവർ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ടുന്ന, അവരുടെ കാതുകൾ തുളച്ചു കയറേണ്ടുന്ന മഹത്തായ വാചകങ്ങൾ ഒരിക്കലെങ്കിലും നമ്മുടെ മക്കളുടെ കാതുകളിലൂടെ ഹൃദയത്തിലേക്ക് അത് ഒഴുക്കിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താണ് ആ വാചകങ്ങൾ? ഇഹ്ഫദില്ലാഹ യഹ്ഫദ്. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ, എങ്കിൽ അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാകും. അല്ലാഹുവിന്റെ കൽപ്പനകൾ നീ സൂക്ഷിക്കണം, അവന്റെ വിലക്കുകൾ നീ സൂക്ഷിക്കണം, അല്ലാഹുവിന്റെ ദീനിന്റെ അതിർവരമ്പുകൾ നീ സൂക്ഷിക്കണം, അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിക്കണം. എല്ലാത്തിനേക്കാളും ഉപരി അല്ലാഹുവിനോടുള്ള ഹക്ക്, അവനോടുള്ള ബാധ്യത, അവന്റെ തൗഹീദിന്റെ സാക്ഷാത്കാരം നീ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം. എങ്കിൽ യഹ്ഫദ്, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. മഹാനായ സഫീനത്തു മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായിരുന്ന സഫീനത്തു മൗല എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ട മഹാനായ സ്വഹാബി ഒരിക്കൽ കടൽ യാത്ര നടത്തി. കടൽ ഇളകി മറിഞ്ഞു. അദ്ദേഹം സഞ്ചരിച്ച പായ്ക്കപ്പൽ തകർന്നു. വിചിത്രമായൊരു ദ്വീപിൽ അദ്ദേഹം അകപ്പെട്ടു. ആ ദ്വീപിലേക്ക് അദ്ദേഹം കരക്കടിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്നത് ഗർജിക്കുന്ന ഒരു സിംഹമായിരുന്നു. ആരുമില്ലാത്ത ആ ദ്വീപിൽ അദ്ദേഹത്തെ വിശന്നു വലഞ്ഞൊരു കടിച്ചു കീറാൻ വാപ്പിളർന്നു വന്ന ഒരു സിംഹമാണ് അദ്ദേഹത്തെ വരവേറ്റത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം ഭയവും പ്രതീക്ഷയും അർപ്പിച്ച മുവഹിദായിരുന്ന മഹാനായ സ്വഹാബി, അല്ലാഹുവിലേക്ക് മാത്രം കാര്യങ്ങൾ ഏൽപ്പിച്ച മഹാനായ സ്വഹാബി, ആ സ്വഹാബി സിംഹത്തിനോട് പറഞ്ഞു, യാ അബുൽ ഹാരിസ്. അബുൽ ഹാരിസ് എന്നത് സിംഹത്തിന്റെ കുഞ്ഞത്താണ്. അന സഫീനത്തു മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലയായ സഫീനയാണ്. സഫീനത്തു മൗലയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തി. സിംഹം വിനയാന്വിതനായി താഴ്മയോടെ തലകുണിച്ച് അദ്ദേഹത്തിന് മാർഗം കാണിച്ചു കൊടുത്തു എന്നാണ് സ്വഹീഹായി സ്ഥിരപ്പെട്ട ചരിത്രരേഖയിൽ വായിക്കാൻ സാധിക്കുന്ന മഹത്തായ സംഭവം. അള്ളാഹു സംരക്ഷിക്കും. ഏത് വിചിത്രമായ ദ്വീപിലകപ്പെട്ടാലും, ഏത് വന്യജീവികളുടെ ദംശകൾക്ക് മുമ്പിലാണെങ്കിലും, ഏത് വാൾ മുനക്ക് മുമ്പിലാണെങ്കിലും, ഏത് ഖടാരക്ക് മുമ്പിലാണെങ്കിലും, എത്രമാത്രം സാഹചര്യം പ്രതികൂലമാണെങ്കിലും
ഭൂമി മുഴുവൻ സമൂഹമൊന്നടങ്കം നമുക്കപ്പുറത്താണെങ്കിലും അല്ലാഹു മതി എന്ന തൗഹീദിന്റെ മന്ത്രം നമ്മുടെ ഹൃദയത്തിൽ തവക്കുലായി ഉയർന്നാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ തൗഹീദ് സംരക്ഷിച്ച് നാം ജീവിച്ചാൽ അള്ളാഹു നമ്മെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ നിനക്ക് നിന്റെ മുന്നിൽ കണ്ടെത്താൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും അവന്റെ സഹായം, അവന്റെ കാവൽ, അവന്റെ സംരക്ഷണം അവൻ നിനക്കേകും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. ചോദ്യവും തേട്ടവും സഹായാഭ്യർത്ഥനയും ദുആവും പ്രാർത്ഥനയും അള്ളാഹുവിന് മാത്രം നൽകുക മോനെ. ആ ചെറിയ കുട്ടിക്ക് അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുത്ത തൗഹീദിന്റെ പാഠങ്ങൾ കേൾക്കൂ നിങ്ങൾ. എന്നിട്ട് എന്താണ് അവസാനം പറഞ്ഞത്? വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു ലക്. അറിയുക മോനെ, ഈ സമൂഹം ഒന്നടങ്കം നീയല്ലാത്ത എല്ലാവരും കൊണ്ട് അപ്പുറത്ത് നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ടു എന്ന് വിചാരിക്കുക. അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ, നിനക്ക് നന്മയായി ഭവിക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ, അള്ളാഹുവിന്റെ രേഖയിൽ നിന്നെയും ആകാശഭൂമികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ഒരു നന്മയും നിനക്ക് ലഭിക്കുകയില്ല. ആരൊക്കെ നിനക്ക് വാങ്ങിത്തരാൻ അപ്പുറത്തുണ്ടെങ്കിലും ശരി. വലം യദുറൂക ബിശൈഇൻ ഇല്ലാ ഖദ് ഖതബഹു അല്ലാഹു അലൈഹി. അതുപോലെ തന്നെ ഈ സമൂഹമെന്നടങ്കം, ലോകമെന്നടങ്കം നിന്നെ ഉപദ്രവിക്കാൻ, നിന്നെ പ്രയാസപ്പെടുത്താൻ, ബഹിഷ്കരിക്കാൻ, കളിയാക്കാൻ, പുറത്താക്കാൻ, വധിക്കാൻ, ഭീഷണിപ്പെടുത്താൻ അപ്പുറത്തുണ്ടെങ്കിലും ശരി, അള്ളാഹു നിനക്ക് പ്രതികൂലമായി, നിനക്ക് ഷർറായി ഭവിക്കുമെന്ന് അവൻ രേഖപ്പെടുത്തിയതല്ലാതെ നിനക്ക് ഷർറും സംഭവിക്കുകയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ തൗഹീദിന്റെ പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഓതിക്കൊടുക്കണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവ്, ഇങ്ങനെ അല്ലാഹുവിലുള്ള തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കാരം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ മാത്രം കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന, ഏത് പ്രതിസന്ധിയിലും അവനെ മാത്രം അവലംബിക്കുന്ന, അവനിലേക്ക് മാത്രം പ്രതീക്ഷയും ഭയവും വിനയവും താഴ്മയും വകവെച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ നയിക്കും, സംശയമില്ല. സഹോദരങ്ങളെ, അവസാനമായി ഞാൻ പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന തെളിവുകൾ, നമ്മെ സഹായിക്കുന്ന പ്രചോദനങ്ങൾ, പ്രേരകങ്ങൾ അതെത്രയാണ്? അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ ഏകത്വം നിഷേധിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ അസ്തിത്വം അള്ളാഹു ഇല്ല എന്നുപോലും ജൽപ്പിക്കുന്നവർക്ക് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാൻ അവൻ നിശ്ചയിച്ച, അവനിലേക്ക് നമ്മെ നയിക്കുന്ന വഴിയടയാളങ്ങൾ എത്രയാണ്? മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ ബിഅദദി അൻഫാസിക്, നിന്റെ ശ്വാസോച്ഛ്വാസത്തിന് സമാനമായ തെളിവുകൾ. നീ ഓരോ ദിവസവും എത്ര നേരം ശ്വസിക്കുന്നു, എത്ര തവണ ശ്വസിക്കുന്നു, ആ ശ്വാസം തിരിച്ചുവിടുന്നു, ആ എണ്ണത്തിന് സമാനമായ തെളിവുകൾ അള്ളാഹുലേക്ക് നിന്നെ നയിക്കുന്നതായുണ്ട്. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിന്റെ സ്വന്തം ശരീരത്തിൽ നീ തലമുടി മുതൽ നിന്റെ അടിവരെ, നിന്റെ കാൽപാദത്തിന്റെ നഖത്തുമ്പ് വരെ നീ ഒന്ന് അടിമുടി പരിശോധിച്ചു നോക്കി. ഇഞ്ചുകൾ കണക്കെ നിന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും, നിന്റെ ശരീരത്തിലെ ഓരോ രോമങ്ങളും, നിന്റെ കൺപീലിയിൽ ഓരോ രോമങ്ങളും, നിന്റെ ഹൃദയത്തിന്റെ ഓരോ മിടിപ്പും, നീ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും, നിന്റെ ധമനികളിലൂടെ സഞ്ചരിക്കുന്ന രക്തപ്രവാഹവും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അല്ല, സമൂഹത്തിലെ സമുദ്രത്തിന്റെ തീരത്തെ മണൽത്തരികൾക്ക് സമാനമായി, ഭൂമിയിലേക്ക് അനുഗ്രഹവർഷമായി പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾക്ക് സമാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിന്നെ നയിക്കുന്ന എത്ര തെളിവുകളാണുള്ളത്, എത്ര ദൃഷ്ടാന്തങ്ങളാണുള്ളത്. അറാബിയായ, ഗ്രാമീണനായ, പദവിയായ ഒരു മനുഷ്യനോട് ചോദിച്ചില്ലേ, കൈഫ അറഫ്ത റബ്ബക്, നീ നിന്റെ റബ്ബിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അദ്ദേഹം പറഞ്ഞു, ഒട്ടകത്തിനെ, മരുഭൂമിയിലെ യാത്രാസംഘങ്ങളെ, സാർത്ഥവാഹകങ്ങളെ, സംഘങ്ങളെ മാത്രം കണ്ടു ജീവിച്ച ബദവിയായ മരുഭൂനിവാസിയായ മനുഷ്യൻ പറഞ്ഞു, അൽ ബഅറതു തദുല്ലു അലൽ ബഈർ വറൗസു യദുല്ലു അലൽ ഹമീർ വഅസറു സൈരി യദുല്ലു അലൽ മസീർ. ഇതാ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒട്ടകത്തിനു പിന്നിൽ അതിന്റെ വിസർജ്യം കാണും. ആ വിസർജ്യം കണ്ടാൽ മുമ്പിൽ ഒരു ഒട്ടകം പോയി എന്ന് ഞാൻ മനസ്സിലാക്കും. ഒരു കഴുത, ആ കഴുത അതിന്റെ വിസർജ്യം കണ്ടാൽ മുമ്പിൽ കഴുത പോയി എന്ന് ഞാൻ മനസ്സിലാക്കും. യാത്രാ സംഘങ്ങളുടെ കാൽപ്പാടുകൾ കണ്ടാൽ മുമ്പിൽ ഒരു യാത്രാ സംഘം പോയി എന്ന് ഞാൻ മനസ്സിലാക്കും. ഫസമാഉൻ ദാതു അബ്റാജ്, അടുക്കടുക്കുകളായി, മുകളിലേക്കായി അല്ലാഹു ഇവിടെ സൃഷ്ടിച്ചു വെച്ച 7 ആകാശങ്ങൾ. വഅർദുൻ ദാതു ഫിജാജ്, വ്യത്യസ്ത പാതകളും ദുർഘടമായ നടവഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ച ഈ മഹാഭൂമി, പ്രവിശാലമായ ഭൂമി. വബിഹാറുൻ ദാതു അംവാജ്, പർവ്വത സമാനമായ തിരമാലകൾ അലയല്ലി അടിക്കുന്ന
ഈ മഹാസമുദ്രം അഫലാ തദുല്ലുൽ അലീമുൽ ഖബീർ, എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിവുള്ള സൂക്ഷ്മ നിരീക്ഷകനായ റബ്ബിനെ അറിയിക്കുന്നില്ലേ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. സഹോദരങ്ങളെ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അറിയിക്കുന്ന, അവനിലേക്ക് നമ്മെ നയിക്കുന്ന, അവന്റെ ഏകത്വം നമ്മിൽ ഊട്ടിയുറപ്പിക്കുന്ന അനേകം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവ്, അവന്റെ തൗഹീദിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ നേടുന്നിടത്തോളം, നമ്മൾ സ്വായത്തമാക്കുന്നിടത്തോളം, വർദ്ധിക്കുന്നിടത്തോളം എല്ലാ രംഗത്തും, ഓരോ അണുവിലും, ഓരോ ചുവടിലും, ഓരോ മണൽത്തരിയിലും നമുക്കത് ആസ്വദിക്കാൻ സാധിക്കും, കണ്ടെത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. മരിക്കും വരെ അവന്റെ തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കാനും ആ തൗഹീദിലായി മരിക്കാനും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിന് സ്ഥൈര്യം നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.